നമ്മൾ ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ച് ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാകണമെന്നും ആവശ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഈ രണ്ട് ദേവസ്വങ്ങളും തൃശ്ശൂർ പൂരം നടത്തുമ്പോൾ ഇവിടുത്തെ റവന്യൂ അധികാരികളോടും പോലീസ് അധികാരികളോടുമൊക്കെ വളരെയധികം സഹകരിച്ച് ഒരു പാരസ്പര്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചു വരാറുള്ളത്. ആ പ്രവർത്തനം ഞങ്ങൾ ഇനിയും തുടരും എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് മന്ത്രിമാർ ഇവിടുന്ന് പോയത്. ഇങ്ങനെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ ഇത്ര വേഗത്തിൽ മുഖ്യമന്ത്രി നടപടികൾ എടുത്തതിൽ മുഖ്യമന്ത്രിയോടും മറ്റു മന്ത്രിമാരോടും അതുപോലെ തന്നെ സർവകക്ഷി യോഗത്തിലും തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടക്കണം എന്നൊരു സമീപനമാണ് അവരെടുത്തത്. അവരോടും ഒക്കെ ഞങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. അതിസ്ഫോടക ശേഷിയുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, രണ്ട് ദിവസങ്ങൾക്കും വേണ്ടി ഈ കൊല്ലത്തെ ഡിസാസ്റ്ററിൽ മായി ബന്ധപ്പെട്ട് നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്കായി ഞങ്ങൾ തൽക്കാലം 5 ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു. ഇനി ചില കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റി പറയേണ്ടായിരുന്നു. ആ വിദ്യാഭ്യാസത്തിനും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്.